കർത്താവിൻ്റെ ധന്യനാമം ഈ പ്രഭാതത്തിന് മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഓരോ ദിവസവും കരം പിടിച്ച് നമ്മെ നടത്തുന്ന സർവശക്തനായ ദൈവത്തിന് നന്ദി പറഞ്ഞ് ദൈവത്തെ ആരാധിക്കാം. വലം കൈ കൊണ്ട് നീട്ടി നമ്മളെ വെടിവെക്കുന്ന ദൈവം, രക്ഷിച്ച ഉത്തരമരുളുന്ന ദൈവം, യഹോവയുടെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്നു. യഹോവയുടെ വലങ്കൈ ഉയർന്നിരിക്കുന്നു. സഹോദരങ്ങളെ, ആ വലങ്കൈയുടെ ശക്തി ഈ ദിവസങ്ങളിൽ വെളിപ്പെട്ടു വരാൻ വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു ദുർവ്യാധി പിടിച്ചു കിടപ്പിലായി ഇനി എഴുന്നേൽക്കില്ലെന്ന 41 സങ്കീർത്തനത്തിൽ പറഞ്ഞപ്പോൾ 118 ദാവീദ് അത് തിരുത്തി പറയുകയാണ്. അഭിഷേകത്തോടെ ആത്മാവിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനെ ചില പ്രസ്താവനകൾ കേൾക്കുമ്പോൾ ധൈര്യം ചോർന്നു പോകാതെ അത് തിരുത്തി പറയാൻ പറ്റുള്ളൂ. താൻ പറയുകയാണ്, ഞാൻ മരിക്കയില്ല, ജീവനോടെ ഇരുന്ന യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. സ്തോത്രം. എത്ര പേർക്ക് അങ്ങനെ പറയാൻ കഴിയും? എൻ്റെ ജീവിതത്തിനെതിരെ ശക്തമായ വെല്ലുവിളികൾ നേരിടുമ്പോൾ ധൈര്യത്തോടെ പ്രസ്താവിക്കണം, ഞങ്ങൾ ദൈവത്തിൻ്റെ മഹത്വം കാണും. ആഴങ്ങളിൽ ദൈവം ഞങ്ങളെ വീണ്ടും തിരികെ കയറ്റും. കഷ്ടതയുടെ നടുവിൽ നടന്നാലും അവിടുന്ന് ഞങ്ങളെ ജീവിപ്പിക്കും. വീണു എന്ന് പറഞ്ഞാലും ഞങ്ങൾ വീണ്ടും എഴുന്നേൽക്കും. എഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവമുണ്ടാകും. യഹോവയായ കർത്താവ് എൻ്റെ പ്രാർത്ഥന കേൾക്കും. ഈ ഒരു ഉറപ്പ് എല്ലാ കാലഘട്ടത്തിലും നമുക്കുണ്ടാവണം. യഹോവയായ കർത്താവ് എൻ്റെ പ്രാർത്ഥന കേൾക്കും. സഹോദരങ്ങളെ, ആഴത്തിലൊന്ന് വിശ്വസിക്കാമോ? യഹോവയായ കർത്താവിൻ്റെ പ്രാർത്ഥന കേൾക്കും. എൻ്റെ പ്രാർത്ഥന തള്ളിക്കളയാതെയും അവിടുത്തെ ദയങ്ങളിൽ നിന്ന് എടുത്തു കളയാതെയും ഇരിക്കുന്ന ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പ്രാർത്ഥന തള്ളിക്കളയാത്തൊരു ദൈവമുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ദാവീദ് ഒരു സങ്കീർത്തനത്തിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചത്, എൻ്റെ ബലമായ യഹോവയെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് ഒരിടത്ത് പറയുമ്പോൾ എൻ്റെ പ്രാർത്ഥനകളും യാചനകളും കേൾക്കുന്ന ദൈവമെന്ന് മറ്റൊരു സങ്കീർത്തനം പറയുക. എൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, യാചനയ്ക്ക് മറഞ്ഞിരിക്കാത്ത ദൈവം, വിളിച്ചപേക്ഷിക്കുമ്പോൾ ഉത്തരമറിയുന്ന ദൈവം. ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ ഉത്തരമറിഞ്ഞ് അടുത്ത് വന്ന് ഭയപ്പെടണ്ട എന്ന് പറഞ്ഞ പ്രസ്താവന തിരുവെഴുത്തിൽ വിലാപങ്ങളുടെ പുസ്തകത്തിൽ നമ്മളെ വളരെ ശക്തമായി ബലപ്പെടുത്തുന്നതാണ്. നെടുവീർപ്പെട്ട് വേദനപ്പെട്ട് സങ്കടപ്പെട്ട് ഉത്തരം നൽകണമേ എന്ന് ഭാരത്തോടെ പ്രാർത്ഥിച്ചപ്പോൾ അടുത്ത് വന്ന് ഭയപ്പെടണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി എന്ന് പറയുന്ന ദൈവശബ്ദം, പ്രിയരെ, നമുക്കെത്ര ബലമാണ് നൽകുന്നത്. ഹല്ലേലൂയ. ഓരോ കാലഘട്ടങ്ങളിലും പലതിൻ്റെയും നടുവിലൂടെ കടന്നുപോയപ്പോഴും തിരുവെഴുത്തിലെ വാക്യം പറഞ്ഞില്ലേ, തീയിലൂടെ കടന്നു പോകും, പക്ഷെ അഗ്നിജാലം നിന്നെ ദഹിപ്പിക്കുകയില്ല. വെള്ളത്തിലൂടെ കടന്നു പോകേണ്ടി വരും, എന്നാൽ നദി നിന്നെ മുക്കിക്കളയുകയില്ല, ദഹിപ്പിക്കത്തില്ല, മുക്കിക്കളയില്ല. കാരണം ദൈവം നമ്മോട് കൂടെ. സ്തോത്രം. ദൈവം നമ്മോട് കൂടെ എല്ലാ ദിവസവും, എല്ലായ്പ്പോഴും, എല്ലായിടത്തും, ഏത് സാഹചര്യത്തിലും. കൂരിൽ താഴ്വര വന്നാലും ദാവീദ് ധൈര്യത്തോട് പറയുന്നു, ഞാൻ ഒരനർത്ഥത്തെ പറ്റിയും ഭയപ്പെടത്തില്ല, കാരണം ദൈവമേ, അങ്ങ് എന്നോട് കൂടെ ഇരിക്കുന്നല്ലോ. കഴിഞ്ഞ ഒരു വർഷത്തെ നിങ്ങളൊന്ന് തിരിഞ്ഞ് ചിന്തിച്ച് നോക്കി മഹത്വം കരയേറ്റുമോ? എത്രയോ പ്രശ്നങ്ങൾ, കലങ്ങി മറിഞ്ഞ അന്തരീക്ഷങ്ങൾ, പലതും പറഞ്ഞപ്പോഴും നമ്മുടെ തലയുയർത്തിപ്പിടിപ്പിച്ച അതിമഹത്തായ പ്രതിഫലമായ ദൈവത്തിനത്ര നന്ദി പറഞ്ഞാലും നമ്മെ നിർത്തിയ ദൈവത്തിന്, കൊണ്ടുവന്ന ദൈവത്തിന്, നടത്തിയ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാൻ ഈ പ്രഭാതത്തിൽ എത്ര പേർ തയ്യാറാകും? അവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി
ഇന്നും പകലിലും നമ്മുടെ അകത്ത് വ്യാപരിക്കട്ടെ. ആ നാമത്താൽ അത്ഭുതങ്ങൾ ഇന്നും സംഭവിക്കും. വിശ്വസിക്കുക. വളരെ സുപരിതമായൊരു വാക്യം. ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായം 26-ാം വാക്യം. 6-ാം മാസത്തിൽ ദൈവം ഗബ്രിയേൽ ദൂതനെ നസ്രത്ത് എന്ന ഗലീല പട്ടണത്തിൽ ദാവീദ് ഗൃഹത്തിലുള്ള യോസഫ് എന്നൊരു പുരുഷന് വിവാഹം നിശ്ചയിച്ചിരുന്ന കന്യകയുടെ അടുക്കൽ അയച്ചു. ആ കന്യകയുടെ പേർ മറിയ എന്നായിരുന്നു. നോക്കൂ, സഖര്യാവിന് ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായി. അസാധ്യമാണ് എന്ന് സഖര്യാവെ നീ ചിന്തിക്കുന്ന വിഷയത്തിന്മേൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. എന്നാൽ തൻ്റെ അകത്ത് സംശയം, എങ്ങനെ ഇത് സംഭവിക്കും? അതേ ഗബ്രിയേൽ ദൂതൻ എലിസബത്തിൻ്റെ ഉദരത്തിന്മേൽ ദൈവസാന്നിധ്യം ഇറങ്ങുകയും അസാധ്യമായത് ജീവിതത്തിൽ നടക്കാൻ സാധ്യത ഇല്ല എന്ന് അകത്തളങ്ങളിൽ പറഞ്ഞ വിഷയത്തിന്മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തി അയച്ചു. എലിസബത്ത് ഗർഭം ധരിച്ചു. മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന നിന്ന് നീക്കുവാൻ കർത്താവിനെ കടാക്ഷിച്ച നാൾ ഇങ്ങനെ എനിക്ക് ചെയ്തു. കണ്ടോ, ഇങ്ങനെ എനിക്ക് ചെയ്തു തന്നിരിക്കുന്നു. അപ്പോൾ നമ്മുടെ നിന്ദകളെ മാറ്റാൻ, നമ്മുടെക്കെതിരെയുള്ള ചോദ്യങ്ങളെ മാറ്റാൻ, നമുക്കെതിരെ നിൽക്കുന്ന ശക്തമായ ചർച്ചകളെ ഇല്ലാതാക്കാൻ എൻ്റെ ദൈവം അത്ഭുതം ചെയ്യും. നിന്ദകളുടെ കല്ലുകളെ ദൈവം ഉരുട്ടിക്കളയും. എന്നിട്ട് അതേ ഗബ്രിയേൽ ദൂതൻ, പ്രൈസ് ഗോഡ്, പ്രിയ സഹോദരങ്ങളെ, നസ്രത്ത് എന്ന ഗലീല പട്ടണത്തിൽ, കണ്ടോ, ദൈവം അയച്ചെന്ന് അവിടെ എഴുതിയിരിക്കുന്നു. ദൈവം ഗബ്രിയേൽ ദൂതനെ നസ്രത്ത് എന്ന ഗലീല പട്ടണത്തിൽ, മറിയെ നീ എവിടെ ഇരിക്കുന്നോ, നിന്റെ വാഗ്ദത്തം എവിടെ വെളിപ്പെടണമോ, കൃപ ലഭിച്ച മറിയെ നീ ഇരിക്കുന്നിടത്ത് അഡ്രസ്സ് തെറ്റാതെ നിന്റെ അടുക്കലേക്ക് ദൈവത്തിൻ്റെ വാഗ്ദത്തത്തെ എത്തിക്കാൻ കഴിവുള്ള സർവശക്തനായ ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത് എന്ന് ഇന്ന് പ്രഭാതത്തിൽ എത്ര പേർ മനസ്സിലാക്കും? അവർ ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യാമോ? അഡ്രസ്സ് തെറ്റാതെ ആവർത്തിച്ച് പറയുന്നു, നീ എവിടെ ഇരിക്കുന്നു അവിടേക്ക് ദൈവത്തിൻ്റെ മഹത്വം ദൈവം ഇറക്കും. പ്രൈസ് ഗോഡ്, സ്തോത്രം. കണ്ടോ, ദൈവം ദൂതനെ അയക്കുക. ആരും നിന്റെ അടുക്കൽ വന്നില്ലെങ്കിലും, സാധ്യതകൾ എല്ലാം അടഞ്ഞെങ്കിലും, നിന്റെ ഇരുപ്പറിയുന്നവൻ, നിന്നെ അറിയുന്നവൻ നിനക്ക് വേണ്ടി വേഗത്തിൽ ചില അത്ഭുതം ചെയ്യാൻ അവിടുത്തെ ദൂതന്മാരെ അയക്കും. പ്രൈസ്. വിശ്വസിക്കുക. ഇതെങ്ങനെ നടക്കുമെന്ന് നിന്റെ അകത്തളങ്ങളിൽ ചോദ്യം വന്നാലും ഇല്ല, ദൂതൻ പറയുന്നു, എന്നെ അയച്ചത് ദൈവമാ. പ്രൈസ് ദ ലോർഡ്. അയച്ച ദൈവം, അയച്ച കാര്യം സാധിപ്പിക്കുന്ന ദൈവം വെറുതെ ദൂതനെ മടക്കിക്കൊണ്ട് വരില്ല. കേട്ടോ, നിന്റെ മേലുള്ള നിയോഗം വെളിപ്പെടുത്താൻ നസ്രത്തിൽ ആ അഡ്രസ് ചെയ്ത് നിങ്ങൾ കണ്ടോ സഹോദരങ്ങൾ? നസ്രത്തിൽ. ഇനി നോക്കൂ, യേശു നസ്രായൻ എന്ന് വിളിക്കപ്പെടണം. യേശു ബേത്ലഹേമിൽ ജനിച്ചു. പക്ഷേ അടുത്ത ഭാഗം നോക്കണം. ഹെരോദ്യ ശക്തികൾ യേശുവിനെ കൊല്ലാൻ നോക്കി. ദൈവം യോസഫിന് സ്വപ്നത്തിൽ അരുളപ്പാട് കൊടുത്തു, ശിശുവിനെയും കൂട്ടി മടങ്ങി നസ്രത്തിൽ ചെന്ന് പാർക്കണം. രാത്രിയിൽ പുറപ്പെട്ടു. കാരണം അവിടെ പാർത്തെങ്കിലേ നസ്രേൻ എന്ന് വിളിക്കപ്പെടാൻ പറ്റുകയുള്ളൂ. പ്രിയരെ, നിന്റെ മേലുള്ള വാഗ്ദത്തം എവിടാണോ അവിടെ തന്നെ ദൈവം നിന്നെ നിർത്തും.
അവിടെ തന്നെ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തും. അതാർക്കും തടയാൻ പറ്റും. ചില പ്രതികൂലങ്ങളായിരിക്കാം അതിന് കാരണമായി തീർന്നത്. ഇവിടെ നോക്കൂ, മത്തായി സുവിശേഷം ഒന്ന് പരിശോധിച്ച് നോക്കുക. അവിടെ എഴുതിയിട്ടുണ്ട്, ശിശുവിന് പ്രാണഹാനി വരുത്തുവാൻ നോക്കുമ്പോൾ ദൈവത്തിൻ്റെ അരുളപ്പാട്. ചില പ്രതികൂലങ്ങൾ വരുന്ന നിന്റെ മേലുള്ള നിയോഗം ദൈവത്തിന് വെളിപ്പെടുത്താനാ, നിങ്ങളുടെ മേലുള്ള വാക്തത്വം വെളിപ്പെടുത്താനാ, നിങ്ങളുടെ മേലുള്ള ദൈവപ്രവൃത്തി വെളിപ്പെടുത്താനാ. ശ്രദ്ധിച്ചു നോക്കണേ. ദൈവം ദാവീദ് ഗൃഹത്തിലുള്ള യോസഫ് എന്ന പുരുഷന് വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്ന, കണ്ടോ, നസ്രത്ത് എന്ന ഗലീല പട്ടണം. ഗലീല മാറ്റി നിർത്തപ്പെട്ടതാണ്, ആർക്കും വേണ്ടാത്തതാണ്. പക്ഷെ ആ നസ്രത്ത് അറിയപ്പെടാൻ, നസ്രത്തിൽ ഒരുവൻ വന്ന് പാർക്കാൻ ദൈവിക പ്ലാനാണ്. നീ ഒരു കാലഘട്ടം വരെ എവിടെ പാർക്കണമെന്ന് ദൈവം നിശ്ചയിക്കും, എവിടെ നിൽക്കണമെന്ന് ദൈവം നിശ്ചയിക്കും. അതിന് പ്രതികൂലങ്ങൾ വന്നാലും അതിൻ്റെ പിന്നിൽ ചില പർപ്പസുകൾ ദൈവത്തിനുണ്ട്. വന്നത് നന്മയ്ക്കായിട്ടാണ്. നിങ്ങൾക്കത് ദോഷമായിട്ട് തോന്നിയാലും ചിലയിടത്തൊന്ന് മൂവ് ചെയ്യുന്നത്, ചിലയിടത്ത് നിർത്തുന്നത്, ഇപ്പോഴായിരിക്കുന്നിടത്ത് ദൈവം കൊണ്ടുവന്നത് ദൈവത്തിൻ്റെ പ്രത്യേക ഉദ്ദേശമാണെന്ന് ഈ വചനത്തിൻ്റെ വെളിപ്പാടിലൂടെ ദൂത് വിളിച്ചു പറയാൻ എനിക്ക് നിയോഗമുള്ളപ്പോൾ തന്നെ നിൻ്റെ മേലുള്ള ദൈവികാരുളപ്പാടുകളും വാഗ്ദത്തങ്ങളും പ്രവചന ശബ്ദങ്ങളും ദൈവം നിറവേറ്റുമ്പോൾ അഡ്രസ്സ് തെറ്റില്ല, വീട് തെറ്റില്ല, ആള് തെറ്റില്ല. നിൻ്റെ അടുക്കൽ തന്നെ വരും, നിൻ്റെ തലമുറകളുടെ അടുക്കൽ തന്നെ വരും. നിൻ്റെ ശരീരത്തിന്മേൽ ദൈവ സാന്നിധ്യം ഇറങ്ങും. യേശുവിൻ്റെ നാമത്തിൽ ഈ വചനത്തിൻ്റെ വെളിപ്പാടുകൾ വിശ്വസിക്കുന്നവർ ആമേൻ പറയൂ. സ്വർഗസ്ഥനായ പിതാവേ, അവിടുത്തെ ജനത്തിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങ് നൽകിയ അരുളപ്പാടുകളുടെ ആഴങ്ങൾ വെളിപ്പെടുമ്പോൾ കർത്താവെ, ഞങ്ങൾ ഇരിക്കുന്നിടത്ത് ദൈവശക്തി വ്യാപരിക്കുന്നു. തൻ്റെ ജനം ഇരിക്കുന്നിടത്ത് കാടപ്പക്ഷിയെ വർഷിപ്പിച്ചു കൊടുത്ത റൂട്ട് തെറ്റാതെ, വേറെങ്ങും പോകാതെ ജനം ഇരിക്കുന്നിടത്തേക്ക് വർഷിപ്പിച്ചു കൊടുത്ത ദൈവത്തിൻ്റെ കരം ഇന്ന് പ്രഭാതത്തിൽ വെളിപ്പെടുന്നതിന് സ്തോത്രം. അത്ഭുതങ്ങൾക്ക് സ്തോത്രം. അങ്ങയുടെ മഹത്വത്തിന് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ വിടുതലുകൾക്ക് സ്തോത്രം ചെയ്ത് അങ്ങേ ആരാധിക്കുന്നു. ദൈവകൃപയുടെ ആഴങ്ങൾ വെളിപ്പെടുത്തുന്നതിന് സ്തോത്രം. സകല മഹത്വവും അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ക്രിസ്തു വാത്സല്യ സഹോദരങ്ങളെ, ധൈര്യത്തോടെ, നിയോഗത്തോടെ, അധികാരത്തോടെ മുമ്പോട്ട് പോകൂ. നമ്മുടെ ദൈവം വലിയവൻ, നമ്മുടെ ദൈവം വിശ്വസ്തൻ, നമ്മുടെ ദൈവം വാക്ക് മാറ്റാത്തവൻ. നിങ്ങളുടെ മേലുള്ള വാക്തത്വ ശബ്ദം റൈറ്റ് ടൈമിൽ എത്തിക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തിക്കായി സ്തോത്രം ചെയ്യാം. ഈ വചനങ്ങളാൽ അവിടെ സഹായിക്കട്ടെ. ക്രിസ്തു യേശുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു മാത്യു.